ഇന്ന് ലഞ്ച് കഴിച്ചിട്ട് എന്ത് കഴിക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ദേ ഞാൻ വാങ്ങി ഇത്രയും പിക്കിൾസ് എന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങി വെച്ചിരിക്കുകയല്ലേ, ഒന്ന് കഴിക്കാന്ന്. ഇതിലിപ്പോ നമുക്കുള്ളത് ഒലിവ്സ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം നെല്ലിക്ക. ഇതില് ഞാനെല്ലാം കഴിക്കും, പക്ഷെ തക്കു എത്ര എണ്ണം കഴിക്കും? തക്കു ഏതൊക്കെ വേണം? ഓക്കെ, ഐശ്വര്യമായിട്ട് എന്നാ. തക്കുന് ഒലിവ്സ് ഇഷ്ടമല്ല, എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഒലിവാണ്. ഞാൻ പിന്നെ എല്ലാം കഴിക്കും, എല്ലാം ഇൻ ദ സെൻസ് ലെമൺ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കഴിക്കും. സംഭവത്തിൽ നല്ല എരിവുണ്ട് കേട്ടോ. ഇത് ഞാനന്ന് വാഗമൺ ഔട്ടിങ്ങിന് പോയപ്പോ വാങ്ങിയതാ. സംഭവം നല്ല അടിപൊളി എരിവ്, നല്ല രസമുണ്ട്, നല്ല ഉപ്പുണ്ട്. നല്ല എരിവുണ്ട്. അപ്പം അടിപൊളി എരിവ്. ഇതെടുക്ക, ചെറുതെടുക്ക. അടുത്തത് മാങ്ങ. എനിക്കൊരു സാധനം കഴിക്കെടുത്ത ഇങ്ങനെ 3, 2, 1 പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമല്ല. മാങ്ങയ്ക്ക് അത്ര കണ്ട് എരിവില്ല, പക്ഷെ കൊള്ളാം. എന്ത് മാങ്ങയാന്ന് വെച്ചാൽ അറിയത്തില്ല. പച്ചമാങ്ങ എനിക്കും അറിയാം, പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് മാങ്ങാന്ന് കൊള്ളാം. ചെറിയ എരിവുണ്ട്. ഇതിന് തീരെ എരിവില്ല. കമ്പയർ ടു ക്യാരറ്റ് ഇതിന് എരിവേ ഇല്ല. ഈ തക്കു പിക്കളെല്ലാം കഴിക്കുന്നത് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ കുത്തി കുത്തി കഴിക്കുന്ന കണക്കാ. കുത്തി കുത്തി അല്ല, ഇറ്റ് ടേക്സ് എറ്റേണിറ്റി. ക്യാരറ്റ് നീ ഓൾറെഡി കഴിച്ചല്ലോ. മാംഗോയ്ക്ക് പുളിപ്പില്ല, എന്ന് നല്ല ഫ്ലഷിയാണ്, കൊള്ളാം. എനിക്ക് പുളിപ്പില്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഇതെല്ലാം കഴിച്ചു തീർക്കുന്നു, പക്ഷെ സത്യം പറഞ്ഞാൽ കഴിച്ചു തീർക്കും. എനിക്ക് പിക്കിളൊക്കെ കഴിക്കുന്ന സമയത്ത് ഭ്രാന്ത. ഇരുന്നിരുന്ന് കഴിക്കും, പിന്നീട് വെള്ളം കുടിച്ചോണ്ടും ഇരിക്കും, ഉപ്പായതുകൊണ്ട്.